Dear students, in our last classes we were discussing about profit and gain of business and profession. So in today's class also we had to do some more problems concerning the PGPP. So here our SSC is Mr. Om, a cloth merchant. So we can move to the question. Mr. Om is a cloth merchant. From the following P&L account for the year ended 31st March 2021, compute his income from business. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ P&L അക്കൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മൾ എന്താണ് സാധാരണ പറയുന്ന പോലെ തന്നെ ബിസിനസ് ആയിട്ടാണോ പേഴ്സണൽ ആയിട്ടാണോ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. സാലറീസ് ആൻഡ് വേജസ് ബിസിനസ് ആയിട്ടാണ്, റെൻറ്റ് ആൻഡ് ടാക്സസ് ബിസിനസ്സാണ്, ഡൊമസ്റ്റിക് എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടു ചിലവാണ്, അപ്പോൾ അത് പേഴ്സണൽ ആയിട്ടാണ്. ദെൻ TDS ഓൺ ഇൻട്രസ്റ്റ്, TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്, ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ പേഴ്സണലായിട്ടാണ്. ദെൻ നെക്സ്റ്റ് ഇൻകം ടാക്സ് പേഴ്സണലായിട്ടാണ്, പോസ്റ്റൽ ചാർജസ് ബിസിനസ് ആയിട്ടാണ്, ഡൊണേഷൻ ഒരു സംശയവുമില്ല പേഴ്സണലായിട്ടാണ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേഴ്സണലായിട്ടാണ്, ദെൻ ഓഡിറ്റ് ഫീസ് ബിസിനസ് ഐറ്റം. അതേ സമയത്ത് റിസർവുകളും പ്രൊവിഷൻസും ഒക്കെ ഏതാണ് നമ്മുടെ പേഴ്സണലായിട്ടാണ് കേട്ടോ. അതായത് ബാഡ് ഡെപ്റ്റ് റിസർവ് പേഴ്സണലായിട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ അതേ സമയത്ത് ബാഡ് ഡെപ്റ്റ് നമ്മൾ എങ്ങനെ എടുക്കുക, നമ്മൾ ബിസിനസ് ഐറ്റമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ദെൻ ഡിപ്രീസിയേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ടേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. സാധാരണഗതിക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആയിട്ടാണ്. ദെൻ നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുകയാണ് 2,44,500. Then in the credit side it has given the gross profit 2,70,000. Then there is another two items, that is dividend on shares, then rent from let out house. ഈ രണ്ടെണ്ണം പേഴ്സണലായിട്ടാണ്. അപ്പോൾ അത് രണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനും കൂടി തന്നിട്ടുണ്ട്. റെൻറ്റ് ആൻഡ് റേറ്റ്സ് ഇൻക്ലൂഡ് ₹2,000 പെയ്ഡ് ആസ് മുനിസിപ്പൽ ടാക്സ് ഓൺ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കൂ, രണ്ടാമത്തെ ഐറ്റം റെൻറ്റ് ആൻഡ് റേറ്റ്സ് ₹4,000 തന്നിട്ടില്ലേ. ഇതിൽ എന്താ പറയുന്നത്, ₹2,000 വീടിൻ്റെ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തതാണ് അത്രേ. അപ്പോൾ വീടിൻ്റെ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലായിട്ടാണല്ലോ. അപ്പോൾ ഈ ₹2,000 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ദെൻ വാല്യൂ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ₹18,000. എത്ര രൂപയ്ക്കാണ് നമ്മൾ പോളിസി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, നമുക്ക് ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രീമിയം അടയ്ക്കുന്നതേ നമ്മൾ P&L അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കില്ല. ഇതൊരു ക്യാപിറ്റൽ ആയിട്ടാണ്, അത് നമ്മളിവിടെ ഒരിക്കലും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ദെൻ ഡൊണേഷൻ വാസ് ഗിവൺ ടു ആൻ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി തരുന്ന കാര്യം കേട്ടോ. ഡൊണേഷൻ നമ്മൾ ആർക്ക് കൊടുത്തു എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പേഴ്സണലായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ബിസിനസ്സിൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ദെൻ പെർമിസിബിൾ ഡിപ്രീസിയേഷൻ വാസ് ₹4,000. അതാണ് ഞാൻ പറഞ്ഞ ഡിപ്രീസിയേഷൻ എപ്പോഴും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. ഇവിടെ ഇൻകം ടാക്സ് പെർമിറ്റ് ചെയ്തിട്ടുള്ള എത്ര രൂപയാണ്, ₹4,000. നമ്മുടെ P&L അക്കൗണ്ടിൽ നമ്മൾ എത്ര രൂപ എഴുതിയിട്ടുണ്ട്, ₹5,000 എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ₹1,000 നമ്മൾ കൂടുതൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ₹1,000 കൂടുതൽ എഴുതിയ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് അറിയാനുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. സോ നമ്മൾ എഴുതി കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021-22. നെറ്റ് പ്രോഫിറ്റ് ഔട്ടർ കോളത്തിൽ എഴുതി 2,44,500. അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഐറ്റംസായ മുനിസിപ്പൽ ടാക്സ്, ആ റെൻറ്റ് റേറ്റ്സ് ആൻഡ് ടാക്സസിൻ്റെ കൂടെ വന്നിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ഡൊമസ്റ്റിക് എക്സ്പെൻസ്, TDS ഓൺ ഇൻട്രസ്റ്റ്, ഇൻകം ടാക്സ്, ഡൊണേഷൻ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ബാഡ് ഡെപ്റ്റ് റിസർവ്, ദെൻ എക്സസ് ഡിപ്രീസിയേഷൻ. അത് നമ്മൾ ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ, 5,000 4,000 കുറച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തേക്ക് ₹13,000 എഴുതി. എന്നിട്ട് 2,44,500 ഇവിടെ കൂട്ടി. അപ്പോൾ നമുക്ക് ₹2,57,500 കിട്ടി. ഇനി അതിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുള്ള രണ്ട് ഐറ്റംസ്, അതായത് നമ്മുടെ പേഴ്സണൽ രണ്ട് ഐറ്റംസ്, റെൻറ്റ് ഓഫ് ദ ഹൗസ് നോട്ട് ചാർജബിൾ അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി, ദെൻ റെൻറ്റ് ഓഫ് ദി ഹൗസ് നോട്ട് അവിടെ വേണ്ട കേട്ടോ, റെൻറ്റ് ഓഫ് ദി ഹൗസ് ചാർജബിൾ അണ്ടർ ദി ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് എഴുതേണ്ടത്. ദെൻ ഡിവിഡൻഡ് ഓൺ ഷെയർസ്, അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ എഴുതുന്ന ഐറ്റം. അപ്പോൾ ആ രണ്ട് ഐറ്റംസും 10,000 4,000 കൂടി കൂട്ടിയിട്ട് ₹14,000 ഔട്ടർ കോളത്തേക്ക് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ₹2,57,500 നിന്ന് ₹14,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് 2,43,500 ആസ് അവർ ഇൻകം ഫ്രം ബിസിനസ്. അപ്പോൾ ഇത് ചെയ്തത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവിടെ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ പറയുന്നത് ഫോളോയിങ് ഇസ് ദ P&L അക്കൗണ്ട് ഓഫ് മിസ്റ്റർ എക്സ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2021. ഇവിടെ മിസ്റ്റർ എക്സ് ആണ് നമ്മുടെ അസസി. അദ്ദേഹത്തിൻ്റെ P&L അക്കൗണ്ട് തന്നിരിക്കുകയാണ്. കമ്പ്യൂട്ട് ഹിസ് ഇൻകം ഫ്രം ബിസിനസ്. ഇനി ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, റെൻറ്റ്, ഇതൊക്കെയും എന്താണ് ബിസിനസ് ആയിട്ടാണല്ലോ. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എഴുതുന്ന ആയിട്ടാണ്. പർച്ചേസസ്, വേജസ് ഒക്കെ നമ്മുടെ ബിസിനസ് ആയിട്ടാണ്. റെൻറ്റ് ബിസിനസ് ആയിട്ടാണ്. ദെൻ റിപ്പയേഴ്സ് ഓഫ് കാറുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും എന്തുണ്ടാവും, അഡ്ജസ്റ്റ്മെൻറ്റിൽ
കുറച്ച് ഭാഗം ബിസിനസ്സിന് വേണ്ടിയിട്ടെന്നും കുറച്ച് ഭാഗം പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ചതിന് ശേഷം മാത്രമേ റിപ്പയേഴ്സ് ഓഫ് കാറിൻ്റെ എമൗണ്ട് നമ്മൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ദെൻ മെഡിക്കൽ എക്സ്പെൻസസ്. ഈ മെഡിക്കൽ എക്സ്പെൻസ് ആർക്ക് വേണ്ടി ചിലവാക്കിയെന്ന് നമ്മൾ നോക്കണം. പേഴ്സണലായിട്ടാണ് നമ്മൾ ചിലവാക്കിയതെങ്കിൽ അത് പേഴ്സണൽ എടുക്കുക. അതായത് സമയത്ത് നമ്മൾ എംപ്ലോയീസിന് വേണ്ടിയൊക്കെ ചിലവാക്കിയെന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ബിസിനസ്സാണ് വരിക. അപ്പോൾ അത് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. ദെൻ ജനറൽ എക്സ്പെൻസ് എപ്പോഴും ബിസിനസ് ഐറ്റം തന്നെയാണ്. ദെൻ ഡിപ്രീസിയേഷൻ ഓഫ് ദി കാർ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ കാറുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ശതമാനം ബിസിനസ് ഉണ്ട്, എത്ര ശതമാനം പേഴ്സണൽ ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കാറിൻ്റെ ഡിപ്രീസിയേഷൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ദെൻ പ്രോഫിറ്റ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് കേട്ടോ, 89,000. ഇനി ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ബിസിനസ് ആയിട്ടാണ്. പക്ഷേ ഗിഫ്റ്റ് ഫ്രം ഫാദറും സെയിൽ ഓഫ് കാറും ഇൻകം ടാക്സ് റീഫണ്ടും എന്താണ്, പേഴ്സണലായിട്ടാണ് കേട്ടോ. ഇത് 3 ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല. അച്ഛനിൽ നിന്ന് സമ്മാനം കിട്ടിയാലും അതേമാതിരി തന്നെ കാറ് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റാണ്, നമ്മൾ ബിസിനസ്സിൽ എഴുതേണ്ട കാര്യമല്ല. ദെൻ ഇൻകം ടാക്സ് റീഫണ്ട് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പേഴ്സണലായിട്ടാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ഇനി ഇതിൽ അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഐറ്റം, മിസ്റ്റർ എക്സ് കാരീസ് ഓൺ ഹിസ് ബിസിനസ് ഫ്രം എ റെൻറ്റഡ് പ്രിമിസസ് ഹാഫ് ഓഫ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഹിസ് റെസിഡൻസ്. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് ബിസിനസ് നടത്തുന്നത്. അതിൻ്റെ പകുതി ഭാഗം അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് ആയിട്ടാണ്, വീടായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ബിസിനസ്സിന് വേണ്ടിയിട്ട് എത്രയാണ് ഉപയോഗിക്കണുള്ളൂ, പകുതിയാണ് ഉപയോഗിക്കണുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 4ാമത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും വേജസും കഴിഞ്ഞ് 4ാമത്തെ ഐറ്റം റെൻറ്റ് 46,000 രൂപ ഉണ്ടല്ലോ. ഈ 46,000 രൂപയുടെ പകുതി 23,000 രൂപേനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. Then next, Mr. X bought a car during the year ₹20,000. ഒരു കാറ് 20,000 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. He charged 20% depreciation on the value of the car. ഇതിന് വേണ്ടിയിട്ട് 20% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The car was sold during the year for ₹17,000. ഈ കാറാണ് 17,000 രൂപയ്ക്ക് വിറ്റണത്. നമ്മുടെ P&L അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കണ്ടില്ലേ, സെയിൽ ഓഫ് ദി കാർ 17,000, ഇതാണത് കേട്ടോ. അപ്പോൾ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ദി യൂസ് ഓഫ് ദി കാർ വാസ് 3/4 ഫോർ ബിസിനസ് ആൻഡ് 1/4 ഫോർ പേഴ്സണൽ യൂസ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാർ യൂസ് ചെയ്യുന്നത് 3/4 ബിസിനസ്സിന് വേണ്ടിയിട്ടും 1/4 പേഴ്സണലും. ബിസിനസ് വേണ്ടി യൂസ് ചെയ്തത് നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഈ 1/4 പേഴ്സണൽ യൂസ് ഉണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ഈ കാറുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. റിപ്പയേഴ്സ് ഓഫ് ദി കാർ 3,000 രൂപ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3,000 രൂപയുടെ 1/4 ഭാഗം എന്തായിട്ട് നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ പേഴ്സണൽ ഐറ്റം എന്നുള്ള രീതിയിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ദെൻ അതേമാതിരി തന്നെ ഇതിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ഓഫ് ദി കാർ 4,000 രൂപ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഈ കാറ് വിറ്റു എന്നാണ് പറയുന്നത്. വിറ്റ കാറിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ എങ്ങനെ ഡിപ്രീസിയേഷൻ എഴുതുക. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ 4,000 രൂപയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. കാരണം അത് നമുക്ക് ബിസിനസ്സിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ദെൻ 3ാമത്തെ ഐറ്റം, മെഡിക്കൽ എക്സ്പെൻസസ് വാസ് ഇൻകേർഡ് ഡ്യൂറിങ് ദ സിക്നസ് ഓഫ് മിസ്റ്റർ എക്സ് ഫോർ ഹിസ് ട്രീറ്റ്മെൻറ്റ്. മിസ്റ്റർ എക്സ് നമ്മുടെ അസസി ആണല്ലോ, അദ്ദേഹത്തിൻ്റെ സിക്നസ്സിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടാണ്. അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ തുക നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ദെൻ 4ാമത്തെ, വേജസ് ഇൻക്ലൂഡ് ₹250 പെർ മന്ത് ഓൺ അക്കൗണ്ട് ഓഫ് മിസ്റ്റർ എക്സ് ഡ്രൈവർ ഫോർ 10 months. വേജസിൽ 250 രൂപ ഓരോ മാസവും എക്സിൻ്റെ ഡ്രൈവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 10 മാസം കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തം 2,500 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, കാറിൻ്റെ ഡ്രൈവർക്ക് കാറിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഭാഗം പേഴ്സണലാണ്. അപ്പോൾ നമ്മൾ ഈ 2,500 രൂപയുടെ ഭാഗം നമ്മൾ എന്തായിട്ട് എഴുതേണ്ടി വരും, വേജസിലുള്ള 2,500 രൂപയുടെ ഭാഗം നമ്മൾ എന്തായിട്ട് എഴുതണം, നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. Then, so we are moving to the answer. Computation of income from business for the assessment year 2021-22. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 89,000 രൂപ. അതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നു, 1/4 വേജസ് റിഗാർഡിംഗ് ഡ്രൈവേഴ്സ് സാലറി ഫോർ പേഴ്സണൽ യൂസ് ഓഫ് ദി കാർ. അതായത് 2,500 രൂപയുടെ ഭാഗം 625 രൂപ. ദെൻ ഹാഫ് റെൻറ്റ് റിഗാർഡിംഗ് പേഴ്സണൽ യൂസ് ഓഫ് ദി ഹൗസ് നമ്മൾ കണ്ടുല്ലോ, 46,000 പകുതി 23,000 രൂപ. ദെൻ 1/4 റിപ്പയേഴ്സ് ഓഫ് ദി കാർ റിഗാർഡിംഗ് പേഴ്സണൽ യൂസ്. നമ്മൾ മൊത്തം പൈസയുടെ റിപ്പയേഴ്സിന് എത്ര രൂപയാണോ ചിലവാക്കിയത് അതേ ഇൻറ്റു 1/4, അപ്പോൾ 750 രൂപ നമുക്ക് കിട്ടും. ഇനി മെഡിക്കൽ എക്സ്പെൻസ് എക്സിന് വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് നമ്മളത് ആഡ് ബാക്ക് ചെയ്തു. ദെൻ ഡിപ്രീസിയേഷൻ ഓഫ് ദി കാർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല, കാരണം കാർ നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അതും ആഡ് ബാക്ക് ചെയ്തു. അപ്പോൾ ഈ എമൗണ്ടുകളെല്ലാം ഇന്നർ കോളത്തിലെ എമൗണ്ടുകളെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ഔട്ടർ കോളത്തേക്ക് 31,375 രൂപ എഴുതി. ഇനി നമ്മൾ ഈ 31,375 89,000 കൂടെ കൂട്ടിയിട്ട് അവിടെ എഴുതണം കേട്ടോ. ഇനി അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ലെസ് ചെയ്യും, ഗിഫ്റ്റ്
ഫ്രം ഫാദറും സെയിൽ ഓഫ് ദി കാർ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ റെസ് ചെയ്യണം. ദെൻ ഇൻകം ടാക്സ് റീഫണ്ട്, ഈ 3 എമൗണ്ടും കൂടി നമ്മൾ കൂട്ടിയിട്ട് 30,000 രൂപ ഔട്ടർ കോളത്തേക്ക് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മുമ്പ് കിട്ടിയ എമൗണ്ടിൽ നിന്ന് നമ്മളത് മൈനസ് ചെയ്യുന്നു. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് 90,375 ആസ് അവർ ഇൻകം ഫ്രം business. Okay, now moving to another question. Mr. Radhe Lal, the proprietor of a flour mill, has prepared the following P&L account for the year ending 31st March 2021. You are required to compute his income from business. അപ്പോൾ രാധേലാലാണ് നമ്മുടെ അസസി. അദ്ദേഹത്തിന് ഒരു ഫ്ലോർ മിൽ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള P&L അക്കൗണ്ട് ആണ് തന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം ബിസിനസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമുക്ക് P&L അക്കൗണ്ട് തന്നിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ട്രേഡ് എക്സ്പെൻസ് ആണ് തന്നത്. ട്രേഡ് എക്സ്പെൻസ് എത്രയാണ് തന്നത്? ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണല്ലോ ട്രേഡ് എക്സ്പെൻസ്, 450 രൂപ തന്നിട്ടുണ്ട്. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ദെൻ റെൻറ്റ് റേറ്റ്സ് ആൻഡ് ചാർജസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പക്ഷേ നെക്സ്റ്റ് ഐറ്റം ഇൻകം ടാക്സ് എന്താണ്? പേഴ്സണൽ ഐറ്റമാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഐറ്റമാണ്. ദെൻ പോസ്റ്റേജ് ചാർജസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഗിഫ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഫോർ പബ്ലിസിറ്റി, അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വെറുതെ ഗിഫ്റ്റ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പേഴ്സണൽ ഐറ്റവും അതേ സമയത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അഡ്വർടൈസ്മെൻ്റ് ആണത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ബിസിനസ് ഐറ്റമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫയർ ഇൻഷുറൻസ് പ്രീമിയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമ്മളത് ബിസിനസ് ഐറ്റമായിട്ട് എടുക്കുന്നു, 250 രൂപ. ദെൻ ചാരിറ്റിയും ഡൊണേഷനും, ഈ രണ്ടും ഒരേ മാതിരിയുള്ള ഐറ്റമാണ്, പേഴ്സണൽ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ദെൻ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് ബിസിനസ് ഐറ്റമാണ്. ഓഡിറ്റ് ഫീസ് ബിസിനസ് ഐറ്റമാണ്. ദെൻ നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുകയാണ് 2,32,850 രൂപ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് തന്നത്, 2,35,000. ദെൻ ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു സംശയമില്ലല്ലോ, നമ്മൾക്കത് പുറത്തുനിന്ന് കിട്ടുന്ന കാര്യമാണ്, അതുകൊണ്ട് പേഴ്സണലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ദെൻ റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി 500 രൂപ ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഇവിടെ ബാഡ് ഡെബ്റ്റ് റിക്കവേർഡ് തന്നിട്ടുണ്ട്. ബാഡ് ഡെബ്റ്റ് റിക്കവേർഡ് വെറുതെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഇൻ ആൻ ഏർലിയർ ഇയർ, അതായത് മുന്നേ നമ്മൾ അലൗ ചെയ്തത് ഇപ്പം നമുക്ക് റിസീവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബിസിനസ് ഐറ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതുകൊണ്ട് നമ്മളിവിടെ ഇത് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ മൂവിങ് ടു ദ ആൻസർ. ദി ആൻസർ വി വിൽ ബി ഗെറ്റിംഗ് ഇസ് 2,31,225. സോ നിങ്ങളത് വർക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ആൻസർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് സെൻഡ് ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.